അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ഇനി ഏതായാലും 40 കഴിയട്ടെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടാണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ ഒക്കെ നമുക്ക് ഇതായി പോട്ടാം. അതുകൊണ്ടും കൂടിയാണ് ഇടയിൽ ഒരു വീഡിയോ ഇങ്ങനെ ആയിട്ട് വരുന്നത്. ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? ചായയൊക്കെ കുടിച്ചോ? ഞാനിതാ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഇതാ കുടിച്ചു. ഫാത്തിമ റൻഷിമോൾ പിന്നെ ടൂർ പോയ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ. പിന്നെ ഇതാ അവൾ ഫാത്തിമക്കുട്ടി ഉറങ്ങി എണിച്ച് ചായയൊക്കെ കുടിച്ചു. ഞാനും സംസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ വെച്ച് കുടിച്ചപ്പോൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീട്ടിലെ ആൾ വന്നു. ഇവിടുന്ന് കാണുമ്പോൾ നല്ല ചന്തമുള്ള ഭംഗിയുള്ള ഒരു വീട് അല്ലേ. അപ്പോൾ അവിടെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. 5000 രൂപയായിട്ടാണ് വാടകയൊക്കെ പറയുന്നത്. 5000 ഞാൻ വിചാരിച്ചിട്ട് ഒരു 3000-നൊക്കെ കിട്ടുമെന്ന് നോക്കുമ്പോൾ 5000 പറയണത്. അപ്പോൾ എന്തായാലും പിന്നെ നാത്തൂനെ ഞാൻ വിളിച്ചു. അവളും സങ്കടത്തിൽ തന്നെ ഓതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്കും ഒരു ഉഷാറ് വന്നിട്ടില്ല. എന്താ ചെയ്യുക, നമുക്ക് അത്രയും പെട്ടെന്ന് പഠിച്ചോ മറക്കൂലല്ലോ. പഠിച്ച മറക്കാനും പൊറുക്കാനും ഒക്കെ ഉള്ള ക്ഷമ കൊടുക്കട്ടെ. ഞാനും 5 നേരം അമ്മാനോട് അതാട്ടോ കയറുന്ന അവനിക്ക് വേണ്ടി ഓതും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, നമ്മുടെ മനസ്സിന്ന് പോവില്ലല്ലോ. അവരതിൻ്റെ വേദന അവരതിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞ പോലെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം. ഞാൻ മറക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ പഠിച്ചവനെ എല്ലാവരും പോകേണ്ടവരാണ്, എന്താ ചെയ്യുക, പെട്ടെന്നൊക്കെ ആകുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പോൾ ഇന്നൊരു മഴ മൂടാ പോലുണ്ട് കേട്ടോ. ഒരു മഴക്കാറ് പോലുണ്ട്. ഒരു ഉന്മേഷം ഉഷാറൊന്നും ഇല്ല. തണുപ്പൊരു വെയിലില്ല, ഒരു മഞ്ഞ് കെട്ടിയ പോലെ കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല. എന്നാലും നിങ്ങളോടായിട്ട് ഇടയ്ക്കൊന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകൂലേ, സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ചോറ് കൂർക്കപ്പേരി വെച്ചു, തക്കാളിച്ചാറും ചോറും വെച്ചു. പിന്നെ റിൻഷിമോൾക്ക് ഭയങ്കര ക്ഷീണം, അവൾ പോവുകയും ചെയ്തു. പിന്നെ അവൾക്ക് ചെറിയ തൊണ്ടവേദനയും പനിയൊക്കെ വന്ന പോലെ ഉണ്ട്. അപ്പം ഇന്നലെ ഇന്നൊന്നും സ്കൂളിലേക്കും പോയിട്ടില്ല. പിന്നെ റിയാസ്ക സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ റജിക്കുട്ടിയും റഹീസ്കുട്ടിയും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം പൈസ ഒന്നും റെഡി ആവാത്ത കാരണം ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ആരും നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് പറയാം, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്താ വേണ്ടത് അവരോട്, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പെട്ടെന്നുള്ളൊരു ഇങ്ങനൊരു ഷോക്കൊക്കെ കാരണമായപ്പോൾ ആ ഒരു ടെൻഷൻ പോലെ. പഠിച്ചവൻ എന്താ പറയുക, പഠിച്ചവനിൽ കൂടുതൽ അടുക്കും തോറും പഠിച്ചവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ കുറഞ്ഞാൽ ഓരോന്നും പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ചെറിയൊരു നിങ്ങൾക്ക് ഇനി മറന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓർമ്മയായിട്ടൊരു വീഡിയോ കൊണ്ട് വന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല. കഴിഞ്ഞ് നമ്മുടെ റസ്മോനിക്ക് എല്ലാവരും ദുആ ചെയ്യട്ടെ, എല്ലാവരുടെ തുകയിലും ഉൾപ്പെടുത്തുക. അവനിക്ക് സ്വർഗം കിട്ടട്ടെ പഠിച്ചവനെ. അമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവളിനെ എന്ത് പറഞ്ഞ് എനിക്ക് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുക. പഠിച്ച ക്ഷമിക്കാനും പൊറുക്കാനുള്ള ക്ഷമ കൊടുക്കട്ടെ എന്നല്ലാണ്ട് നമ്മളെന്താ പറയുക, ഓർക്കാപ്പുറത്തുള്ളൊരു പറയാനും എന്താ പറയുക, സങ്കടം ആർക്കും സഹിക്കൂല. എന്താണ് ഏതാണ് ഒരു പിടുത്തവുമില്ല. നല്ല പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ പോകാനുള്ള സമയം എല്ലാവരും പോണവരാണ് എന്നുള്ളൊരു ഇതിലിങ്ങനെ ഒറ്റക്കൊറ്റക്ക് പോകുമ്പോൾ നമുക്കൊരു സങ്കടം അത്ര തന്നെ. നാളെ നമ്മളും പോവും. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ. അള്ള വിളിക്കുമ്പോൾ അള്ള എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ സമയം നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകണം. വിളിച്ചാൽ നമ്മൾ തരൂല എന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സങ്കടം കൂടും എന്നല്ലാണ്ട് അവളെ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവനിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, നിസ്കരിക്കുക, ഊതൊക്കെ അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ റബ്ബ്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയേ ആ ഒരു മണ്ണാർക്കാട് പറയുമ്പോൾ അവൻ്റെ വീട് ഒരു ഉള്ളിലേക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എൻ്റെ അമ്മ ഇങ്ങനെ വിളിക്കും പാടി പോവുക പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും റോഡ് ശരിയില്ല, അങ്ങനെ ഞാൻ അവിടേക്കേ വരില്ല. അങ്ങനെ ഇപ്പം എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ, സോഷ്യൽ മീഡിയ ആയ കാരണം പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറയും ആ ഭാഗത്തേക്കൊന്നും ഞാൻ വരില്ല, അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞ് എന്തായി പടച്ചവൻ എന്നെ അവിടെ എത്തിച്ചത് ഈ രൂപത്തിലായല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. വേറെ
വേറെ എങ്ങനെയെങ്കിലും ഞാൻ പോയതാണെങ്കിൽ എനിക്ക് ഇത്ര സങ്കടമില്ല. ഞാൻ പോകില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകാം അല്ല എന്നെ വെച്ചത്. അതാണ് എനിക്ക് ഒരുപാട് സങ്കടമായത് കേട്ടോ. നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും നമ്മളങ്ങനെ തുറന്നടിച്ച് പറയാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മൾ പോകില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരിക്കും നമ്മൾ ആദ്യം പോവുക. അതെനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചു. നമ്മൾ പോകില്ല പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആദ്യം അവിടെ എത്തിയിരിക്കും. പഠിച്ചോ നമ്മൾ അവിടെ എത്തിക്കും എന്ന് പറയണത് എനിക്കിപ്പോൾ ബോധ്യമായി കേട്ടോ. അതുപോലെ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ചത് നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ആ ഭാഗത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അപ്പോൾ ഞാൻ 2-3 വട്ടം പോകാൻ പഠിച്ചോ എനിക്കിവിടെ എത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ അതിങ്ങനെ ഒരു ഇതിൽ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതാണ് എനിക്ക് ഒരുപാട് സങ്കടമായത്. ഈ പറഞ്ഞതിന് ഒരുപാട് എനിക്ക് എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടാനും പറ്റില്ല. എനിക്ക് തല ചുരുളൂന്ന് കുത്തും. അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിനി 40 കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു ഡൈമി ലൈഫൊക്കെ ആയിട്ട് ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആരും നമ്മുടെ വീഡിയോ ശരിക്കും കാണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളെ മറക്കരുത് ആരും. ഒരു കമൻറ്റെങ്കിലും ഇടുക കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒക്കെ ഡൗണായി കിടക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഇനി അതൊക്കെ ഒന്ന് നിവർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവർക്കും എത്തിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എവിടെയെങ്കിലും ഒരു വീടായിട്ടോ അങ്ങനെയെങ്കിലും വാങ്ങാൻ ഒരു എമൗണ്ട് ആയാലേ നമുക്ക് പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവർക്കും എത്തിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത്. ഇതാ നമ്മുടെ വീടിൻ്റെ ആളാട്ടോ വരുന്നത്. ശരി എന്നാട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.